ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ അനാമിക മുത്തശ്ശന് നേരെ വിരൽ ചൂണ്ടി എതിർത്ത് സംസാരിക്കുന്ന കിടിലൻ എപ്പിസോഡാണ്. അങ്ങനെ അനാമിക മുത്തശ്ശനും മുത്തശ്ശിയും ഇരിക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചില അടവുകളൊക്കെ പ്രയോഗിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി എന്നെ രണ്ടുപേരും അനുഗ്രഹിക്കണം. മോള് നന്നായേ വരൂ. അല്ല, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല മുത്തശ്ശ. വല്യമ്മ ഹോസ്പിറ്റലല്ലേ. ഞാൻ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്നു. വല്യമ്മയ്ക്ക് വേണ്ടി വഴിപാടും പ്രാർത്ഥനയൊക്കെ കഴിച്ചിട്ടാ വരുന്നത്. എന്റെ വല്യമ്മ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മുത്തശ്ശ. അപ്പം മുതൽ കിട്ടിയൊരു സന്തോഷം ഇത്. ആഹാ, മോളിന്ന് അമ്പലത്തിൽ പോയിട്ട് ദേവ്യാനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുള്ളൂ? അയ്യോ, അങ്ങനെയല്ല മുത്തശ്ശ. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ, ഞങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്. ദേവയാനിക്ക് ജീവിതം കൊടുത്തത് നയനമോളാ. ആ നയനമോളുടെ ആരോഗ്യം ഇപ്പോഴും ബുദ്ധിമുട്ടിലാണെന്നാ ഡോക്ടർമാര് പറയുന്നത്. അപ്പൊ അനാമികേനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഓ, ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും പ്രവർത്തിച്ചിട്ടും എന്താ, ഏത് സമയം അവളെ പുകഴ്ത്തി തലേ കയറ്റി വെക്കലാ പണി. ഇനിയിപ്പൊ ഞാൻ ഇവർക്ക് വേണ്ടി മരിച്ചാലും ആ നയനയാവും ഒന്നാം സ്ഥാനത്ത്. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മുത്തശ്ശി. സത്യം പറഞ്ഞ നയനേട്ടത്തി എൻ്റെ ആജന്മ ശത്രുവിനെ പോലെയാണ് ഞാൻ കണ്ടിരുന്നത്. എന്നാലും എൻ്റെ വല്യമ്മയെ സഹായിച്ചപ്പോൾ എനിക്ക് അവരെ മാത്രം തള്ളിക്കളയാൻ തോന്നിയില്ല. ഇന്ന് പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾക്ക് ഇതുവരെ നയനയെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മോൾ ഏത് സമയം നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. നയനമോളെ മാതൃകയാക്കിയ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനം മാത്രമേ ഉണ്ടാകൂ. ആ കുട്ടി ഒരാൾക്കും ഒരാപത്ത് വരുന്നതും ചെയ്യാറില്ല. ഈ കിളവനും കിളവയ്ക്കും ഇവളെ പറയുമ്പോൾ 100 നാക്ക. എന്തായാലും മുത്തശ്ശ, അവര് വരുത്തി വെച്ചതിനുള്ള പ്രായശ്ചിത്തല്ലേ ഇപ്പൊ ചെയ്തത്? എന്ത് വരുത്തി വെച്ചെന്നാ മോള് പറയുന്നത്? അവര് തന്നെയല്ലേ വിഷം കലർത്തി കൊടുത്തത് വല്യമ്മയ്ക്ക്. അതിനൊരു പ്രായശ്ചിത്തമായിട്ട് കരള് ദാനം നൽകി. അതിത്ര വലിയ സംഭവം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല മുത്തശ്ശ. അതിന് പ്രായശ്ചിത്തമായിട്ട് കരള് നൽകിയതാന്ന് മോളോട് ആര് പറഞ്ഞു? ആരും പറയേണ്ട ആവശ്യമുണ്ടോ മുത്തശ്ശ? അവർ കലക്കി വെച്ച പാലായിരുന്നു വല്യമ്മ എടുത്തു കുടിച്ചത്. ഇതുവരെ മറ്റാരും ആണെന്ന് തെളിഞ്ഞിട്ടുമില്ല. അല്ലാത്ത പക്ഷം അവര് തന്നെയല്ലേ ഇപ്പോഴും പ്രതി. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മൾ ഒരു കാര്യവും അറിയാതെ മറ്റുള്ളവരുടെ മേൽ പഴി ചാരരുത്. നയനമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് ഞങ്ങൾക്ക് 2 പേർക്കും വിശ്വാസമുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും അമിതമായി അവളെ തലയിലെടുത്ത് വെക്കുന്നതാ എല്ലാത്തിനും കാരണം. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഉണ്ടെന്നുള്ള സമാധാനമാണ് അവളെ കൊണ്ട് ഇങ്ങനെയുള്ള കൃത്രിമങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ അവള് വലിയ കൊലപ്പുള്ളിയായി മാറും. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, എന്തൊക്കെ ഈ പറയുന്നത്? മോൾ അങ്ങനെ ഒരാളല്ല. അതൊക്കെ പോട്ടെ, ഞാൻ മുൻപ് മോളോട് പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ എടി പൊടിന്നൊന്നും മുതിർന്നവരെ വിളിക്കരുതെന്ന്. നിന്നേക്കാൾ മുതിർന്നവരാ നയനമോളും നവ്യമോളും. അവർക്ക് കൊടുക്കേണ്ട മര്യാദ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാ. ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ, ഇങ്ങോട്ടില്ലാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാനും ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടും പ്രതീക്ഷിച്ചാൽ മതി. ഇതും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ടിട്ട് മുറിയിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ടോ, ഇപ്പോഴും ആ കുട്ടിക്ക് ആ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. എടോ വസുന്ധരെ, ഇങ്ങനെയുള്ളവരൊക്കെ ഈ സ്വഭാവം വെച്ചിട്ട് എവിടെ വരെ എത്തും? ആ കുട്ടിക്ക് ഇങ്ങനെയൊന്നും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും നല്ലതിനല്ല. ഇതോ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്തൊരു ക്രൂരതയാണല്ലേ ഹനിമോനോട് ചെയ്തത്. ആദർശമോന്റെ ഭാര്യ എങ്ങനെ കയറി വന്നതിലല്ല പ്രസക്തി. ആ കുട്ടിയുടെ സ്വഭാവം പരിശുദ്ധി നിറഞ്ഞതാ. എന്നാ നമ്മൾ അനിയും ആദർശിനെ കണ്ടാ വളർന്നത്. അവന്റെ മനസ്സിലും കളങ്കമില്ലാത്തതാ. എപ്പോഴും വന്ന് പറയും, മുത്തശ്ശി, എനിക്ക് ഈ ബന്ധം വേണ്ടെന്ന്. എന്നിട്ടും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. വസുന്ധരെ, താൻ വിഷമിക്കാതെടോ. കല്യാണം നടന്നു. അനന്തപുരി തറവാട്ടിൽ ഇന്ന് വരെ വിവാഹം കഴിഞ്ഞവർ തമ്മിൽ ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ബന്ധത്തിന് ഒരു കോട്ടം തട്ടാതെ അവരെ 2 പേരെയും സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കണം. അതിന് ചിലതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. ഇദ്ദേഹം എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കാര്യം ഇദ്ദേഹത്തിന് മറച്ചു വെക്കേണ്ടി വന്നു. അത് കേട്ടപ്പോൾ മുത്തശ്ശനുവിന്റെ ഞെട്ടലോടെ മുത്തശ്ശിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. എന്താടോ വസുന്ധരെ? ഇദ്ദേഹത്തിന് ഇത് കേട്ട് കഴിഞ്ഞ് എന്നോട് വെറുപ്പ് തോന്നരുത്. എനിക്കെന്തിനാ വസുന്ധരയോട് വെറുപ്പ് തോന്നേണ്ട ആവശ്യം? എൻ്റെ ഭാര്യ വിഷമിപ്പിക്കാവുന്നതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ തന്നോട് വെറുപ്പ് തോന്നിക്കേണ്ട ആവശ്യം? എന്നാ ഇദ്ദേഹത്തിന് ഇത് കേട്ടാ എന്നോട് ചെറിയ നീരസെങ്കിലും തോന്നിപ്പോകും. എനിക്ക് 2 വിവാഹം ഉണ്ടാകുമെന്ന് പുരോഹിതൻ പറഞ്ഞിട്ടുണ്ട്. എന്താ, പുരോഹിതൻ അങ്ങനെ പറഞ്ഞോ? വസുന്ധരെ, താനെന്നോട് ഒരിക്കൽ പോലും. ഇദ്ദേഹത്തിന്റെ അവസ്ഥ അന്ന് വളരെ മോശമായിരുന്നു. അന്ന് ഹോസ്പിറ്റൽ ICUലായിരുന്നു ഇദ്ദേഹം. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവരുടെ കല്യാണം നടക്കാനിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിനൊന്ന് ഭേദമാവുമെന്ന് നോക്കിയപ്പോൾ അതും ആയില്ല. ആ സമയത്ത് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒന്നും ഡോക്ടർ പറയരുതെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഒന്നും അറിയിക്കാതിരുന്നത്. എന്നിട്ട് അതിന് പ്രതിവിധിയൊന്നും പറഞ്ഞു തന്നില്ലേ പുരോഹിതൻ? പറഞ്ഞു തന്നു. അതിനൊരു പ്രതിവിധിയുമില്ലെന്ന്, ഈ കല്യാണം നടക്കാൻ പാടില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എന്നാലും ഞാൻ അമ്പലത്തിലെ പൂജാരിയെ ചെന്ന് കണ്ടു. അവിടെ ചെന്നപ്പോഴാ വാഴവിവാഹത്തിലൂടെ ഈ ദോഷം അകറ്റാന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ വാഴവിവാഹം നടത്തി.
പുരോഹിതൻ കാര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാകില്ല വസുന്ധരെ. അതെ, അതിപ്പോൾ ഓരോ സംഭവങ്ങളിലായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. വസുന്ധരെ, ഞാൻ വയ്യാതെ കിടക്കുമായിരുന്നെങ്കിലും ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം എങ്ങനെയെങ്കിലും തടയുമായിരുന്നില്ലേ? എനിക്കിഷ്ടപ്പെട്ട കുട്ടി നന്ദുവാണ്. ആ കുട്ടിയുടെ വസ്ത്രധാരണയിൽ മാത്രമേ അയാൾ ഒരു പെൺകുട്ടി അല്ലാന്നുള്ളൂ. മറ്റ് സ്വഭാവ ദോഷങ്ങളൊന്നും ആ കുട്ടിക്കില്ലായിരുന്നു. നമ്മൾ ആദർശമോന്റെ പകർപ്പായിരുന്നു അനിമോൻ. അതുപോലെ തന്നെ നയനമോളെ പകർപ്പാ നന്ദുമോൾ. എന്തുകൊണ്ട് യോജിച്ച ബന്ധമായിരുന്നില്ല വസുന്ധര ഇത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ സന്തോഷത്തോടെ ജീവിക്കണം. അതിന് അവർ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്നതാ എന്തുകൊണ്ടും നല്ലത്. ഇദ്ദേഹം ഇതിന് എതിർപ്പൊന്നും പറയരുത്. എന്തോ എനിക്ക് അങ്ങനെ താമസിച്ചാലേ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അതൊക്കെ കാണിക്കുന്നത് അനാമികയാണ് കേട്ടോ. അനാമിക രേവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അതേസമയം രേവതി അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ ഞാൻ രാവിലെ പറഞ്ഞ രീതിയിലൊക്കെ അവരെ മോള് സോപ്പിട്ടില്ലേ? സോപ്പിട്ട് വല്ലാണ്ടങ്ങ് പതഞ്ഞും ചെയ്ത്. ഇത്രയും അങ്ങ് കയറി പതിയുന്ന സോപ്പേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ മോള് തകർത്തെടുക്കുന്നു പറഞ്ഞിട്ടല്ലേ പോയത്? അവിടെ എന്താ ഉണ്ടായത്? എന്തുണ്ടാവാൻ? എന്തെങ്കിലും പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും ആ നയന ഉണ്ടാവുമല്ലോ അവരുടെയൊക്കെ നാവിന്റെ തുമ്പത്ത്. അപ്പൊ അവളതിലേക്ക് വലിഞ്ഞു കയറി വന്നു അല്ലേ? അതെ അമ്മേ, എനിക്കിപ്പോ തോന്നതേ ഐസി കിടക്കുന്ന അവളെ പോയിട്ട് ആരും കാണാതെ കഴുത്തേരിച്ച് കൊല്ലാനാ. അയ്യോ മോളെ, അബദ്ധത്തെ പോലും അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. അതെങ്ങാനും ആരും കേട്ടോണ്ട് വരണ്ട. അവള് മരണത്തോട് മല്ലടിച്ച് കിടക്കുവാന്നാ കേട്ടത്. അവളെങ്ങാനും അവിടെ കിടന്ന് തട്ടിപ്പോയാലേ അതിന്റെ മോളെ മണ്ടയ്ക്കിരിക്കും. അയ്യോ അമ്മ, ഞാൻ വെറുതെ പറഞ്ഞതാ. മോളെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീയേ ഇനി ആ കിളവന്റെ കിളവിയുടെ അടുത്ത് മയത്തിലൊന്നും സംസാരിക്കണ്ട. എന്ത് പറഞ്ഞാലും അവർക്കൊരു നയന മാത്രമേ ഉള്ളൂ. എത്രയൊക്കെ പതിഞ്ഞ് സംസാരിച്ചിട്ടും അവർക്ക് ആ നയനയെ മതിയെങ്കിൽ മോള് പിന്നെ അവരോട് മയത്തിലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ചെന്ന് അവരുടെ മോത്തേക്ക് വലിച്ചെറിഞ്ഞ രീതിയിൽ 2 വാക്ക് പറഞ്ഞിട്ട് വാ മോളെ. നമുക്ക് പെട്ടെന്ന് തന്നെ അനന്തപുരിയുടെ ഒരു ഭാഗം അങ്ങ് അടിച്ചു മാറ്റണം. അതിനവരോട് റോങ് ആയി സംസാരിച്ചേ പറ്റൂ. ചെല്ലു മോളെ, പെട്ടെന്ന് തന്നെ ചെന്നിട്ട് നല്ല ശബ്ദത്തിൽ തന്നെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞേക്ക്. അവര് നിങ്ങളെ വേറെ പോവാനെങ്കിലും അനുവദിച്ചേക്കും. ശരിയമ്മേ, രണ്ടിലൊന്നും അറിഞ്ഞിട്ടുണ്ട് കാര്യം. അമ്മ ഫോൺ വെക്ക്. ഇതും പറഞ്ഞ് അനാമിക നേരെ പോകുന്നത് ഹാളിലേക്കാണ്. അവിടെ മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് അനാമിക പറയുന്നുണ്ട്, അതെ എനിക്ക് ഇന്നൊരു തീരുമാനം അറിയണം. എന്താ മോളെ? മുത്തശ്ശി, എനിക്കും ഇവിടുന്ന് വേറെ പോയേ പറ്റൂ. മോളെ എന്താ കാര്യം? ആ നയനയും നവ്യൊന്നും എനിക്കിവിടെ നിൽക്കാൻ സ്വസ്ഥത തരുന്നില്ല. നയനമോള് വയ്യാതെ കിടക്കുവാ മോളെ. ആ പാവത്തിന് വെറുതെ ഇങ്ങനെ കുത്തി സംസാരിക്കാതെ. ഓ, എല്ലാവർക്കും അവളെ പറയുമ്പോൾ വലിയ നാക്കാണല്ലോ. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? മുത്തശ്ശിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. മുത്തശ്ശിന്റെ കാര്യം ഏത് സമയം ആ നയനയെ തലയിലെടുത്ത് വെച്ചോണ്ട് നടക്കുക. ഞാൻ വന്നു കയറി അന്ന് മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അവളോട് മാത്രം ഇഷ്ടം. ഞങ്ങളൊക്കെ പുറംപോക്കുകളല്ലേ? മുത്തശ്ശനൊരു കാര്യം മനസ്സിലാക്കണം. ഞാനും അനിയിപ്പം നല്ല രീതിയിലല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചേ പറ്റൂ. അതായത് ഈ കുടുംബം വെട്ടിമുറിച്ചാണെങ്കിൽ സമാധാനം കിട്ടുന്നെങ്കിൽ എനിക്കത് വേണം. മോളെ, ഇപ്പൊ 2 പേര് ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുക. അവരുടേത് എന്തെങ്കിലും ആയിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പറ്റില്ല. നിങ്ങൾ ഒരാൾ കാരണോ ഇവിടെയുള്ളവരൊക്കെ ഭരിച്ചു നിർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആണുങ്ങൾക്ക് പോലും നിങ്ങളെ പേടിയാ. എന്ന് വെച്ചാ നിങ്ങൾ അങ്ങനെയല്ല അവരെ പേടിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ എന്തൊക്കെയാ ഈ പറയുന്നത്? മുത്തശ്ശനോട് ഇതുവരെ ഇങ്ങനെയാരും സംസാരിച്ചിട്ടില്ല. സംസാരിക്കത്തതിന്റെ കുറവാണ് ഇങ്ങേര് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇങ്ങേരോട് നല്ലോണം കയർത്ത് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇദ്ദേഹം പിന്നെ ഭരിക്കാൻ നിൽക്കത്തില്ല. അത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശൻ ആകെ എന്തൊക്കെയോ ആവാണ്ടോ. മുത്തശ്ശൻ അവിടെ തളർന്നൊരൊറ്റ വീഴുന്നുണ്ട്. ഇനി നല്ല കിടിലൻ എപ്പിസോഡുകളാണ് കേട്ടോ. ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ മുത്തശ്ശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ ഒരു കിടിലൻ എപ്പിസോഡ് നമ്മൾ അടുത്ത വീഡിയോയിൽ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.